യുണ്ട്, പീഡിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ നിരവധി വകുപ്പുകളുണ്ട്. എത്തരത്തിലായിരിക്കും ശിക്ഷ അല്ലെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതിൻ്റെ ഒരു അനുമാനം മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ. ബാക്കിയുള്ളതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിലവിലെ വകുപ്പുകളാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. AICC സമ്മേളനം പൂർത്തിയായതോടെ KPCC പുനഃസംഘടന എന്ന ആവശ്യം ശക്തമാവുകയാണ്. KPCCയിൽ പൂർണ്ണമായ പുനഃസംഘടന വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ പുനഃസംഘടന ചർച്ചയായി. എന്നാൽ എന്ന്, എപ്പോൾ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ല. പൂർണ്ണതോതിലെ പുനഃസംഘടന എന്ന ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുമ്പോൾ KPCC അധ്യക്ഷനെ നിലനിർത്തി സജീവമല്ലാത്തവരെ ഒഴിവാക്കി പുനഃസംഘടന വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. എല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന നിലപാടാണ് AICC നേതൃത്വത്തിന്. അതേസമയം കേരളത്തിൽ DCCകൾ ഉടൻ പുനഃസംഘടിപ്പിക്കാനാണ് സാധ്യത. തൃശൂർ ജില്ലയെ മാത്രം പുനഃസംഘടനയിൽ നിന്നും ഒഴിവാക്കും. DCCകളുടെ പുനഃസംഘടനാ സാധ്യത കണക്കിലെടുത്ത് ചില ഗ്രൂപ്പ് നേതാക്കന്മാർ അവകാശവാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. എന്നാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് AICC നേതൃത്വം. DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ ചുമതല നൽകുന്ന സാഹചര്യത്തിൽ സജീവ പ്രവർത്തകർ മുൻനിരയിൽ എത്തണം എന്ന ആവശ്യമാണ് AICC നേതൃത്വത്തിന് ഉള്ളത്. നേതൃനിരയിലുള്ളവർ സജീവമല്ല എങ്കിൽ ഉപരി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുമെന്നും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കില്ല എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട്. KPCC പുനഃസംഘടന എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന നേതാക്കന്മാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നീങ്ങിയാൽ AICC നേതൃത്വത്തിന് തലവേദന കൂടും. K. സുധാകരനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനോടും AICC നേതൃത്വത്തിന് പൂർണ്ണ താല്പര്യമില്ല. എന്നാൽ K. സുധാകരനെ പിണക്കി മുന്നോട്ട് പോകേണ്ട എന്നാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. തിരക്ക് പിടിച്ച് പുനഃസംഘടന നടത്തിയാൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകൾക്ക് മങ്ങിലേക്കും എന്നാണ് ചില AICC നേതാക്കന്മാർ പറയുന്നത്. K. സുധാകരൻ സ്വയം ഒഴിവായാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1 ഡസൻ പേരുകളാണുള്ളത്. ആന്റോ ആന്റണി MP, ബെന്നി ബെഹനാൻ MP, അടൂർ പ്രകാശ് MP, കൊടിക്കുന്നിൽ സുരേഷ് MP, റോജി ജോൺ തുടങ്ങിയ പേരുകളാണ് നേതൃത്വത്തിൻ്റെ പരിഗണനയിലുള്ളത്. ജയപരാജയങ്ങളും മതസമവാക്യങ്ങളും നോക്കി പ്രസിഡന്റിനെ നിശ്ചയിക്കാനാണ് AICC നേതൃത്വത്തിൻ്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഒരിടവേളയാണ്. കേരള വിഷൻ ന്യൂസിൻ്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.